ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എല്ലാ നിമിഷങ്ങളും ഈശോ നൽകുന്നതാണ്. ഈ നിമിഷവും നമുക്ക് വേണ്ടി ഈശോ നൽകിയിരിക്കുകയാണ്. ഇതൊരു അനുഗ്രഹമുള്ള നിമിഷങ്ങളായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹെവൻലി മെലോഡി സ്വർഗീയ സംഗീതമാണ്. ഈ സ്വർഗീയ സംഗീത യാത്രയിൽ നമ്മോടൊപ്പം 2 സിസ്റ്റേഴ്സാണ് കൂടെയുള്ളത്. അഖില സിസ്റ്ററും സ്റ്റെല്ല സിസ്റ്ററും. രണ്ടുപേരും SH കോൺഗ്രിഗേഷൻ സഭയിലുള്ളവരാണ്. അതുപോലെ തന്നെ കോതമംഗലം പ്രോവിൻസിലെ സിസ്റ്റേഴ്സാണ്. രണ്ടുപേരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഇവരുടെ പ്രത്യേകത, ഇവർ സഹോദരിമാരല്ല, പക്ഷേ കൂട്ടുകാരികളാണ്. ഒരുമിച്ചാണ് മിക്ക പാട്ടുകളും പാടാറുള്ളത്. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴൊക്കെ ഒരുമിച്ച് വന്ന് പാടാനാണ് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഏറെ സ്നേഹത്തോടെ നമുക്കിവരെ സ്വാഗതം ചെയ്യാം. ഹാർട്ടി വെൽക്കം ഡിയർ സിസ്റ്റേഴ്സ്. സുഖമായിട്ടിരിക്കുന്നു? നിങ്ങൾ കൂട്ടുകാരികളാണ്. അതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ദൈവ അനുഗ്രഹത്തിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ചിന്ത വന്നതുമൊക്കെ. പല എപ്പിസോഡിലൊക്കെ ആയിട്ടൊക്കെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ചേട്ടനച്ഛനും ഞാനും എപ്പിസോഡ് വന്ന് പാടിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ സഹോദരി സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, സഹോദര വൈദികൻ, പിന്നെ സഹോദരി സിസ്റ്റർ. പലരും ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും വെറൈറ്റി ആയിട്ട് നിൽക്കുന്നത് ഇത് കൂട്ടുകാരികളുടെ ഒരു രണ്ടുപേരും കൂട്ടുകാരി സിസ്റ്റേഴ്സ്, കൂട്ടുകാരികൾ. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു സുഹൃത്ത് ബന്ധങ്ങൾ ഈ ഒരു ദൈവവിളിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത്? ഒരുമിച്ചൊക്കെ പാടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ അറിയാൻ ഏറെ ആഗ്രഹമുണ്ട്. ഏറെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. ആദ്യം തന്നെ നിങ്ങളുടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് എപ്പിസോഡ് ആരംഭിച്ച് അതിനുശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാം. ആദ്യം ഒരു പാട്ട് ഒരുമിച്ച്. തിരുഹൃദയമേ നിന്റെ
നല്ല രസമായിരുന്നു, നല്ല സൂപ്പറായിട്ട് പാടി. എനിക്കൊന്ന് അശോകച്ചൻ്റെ പാട്ട് അല്ലേ, അച്ഛൻ്റെ പാട്ടുകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. എല്ലാം നല്ല പാട്ടാണ്. അച്ഛൻ്റെ 2 പാട്ട് പാടാൻ ചേട്ടൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ഇത് നല്ല അസാധ്യമായിട്ട് നല്ല സൂപ്പറായിട്ട് പാടി. അത് രണ്ടുപേരുടെയും വോയിസ് ഒരേപോലെ. സത്യം പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ നിന്നൊക്കെ വരുമ്പോഴാണ് ഒരേ വോയിസ് നമുക്ക് അങ്ങനെ കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് അല്ലാതെ തന്നെ ഒരേ വോയിസ് കേൾക്കുമ്പോൾ വ്യത്യാസമില്ലാതെ, ഒരിടത്ത് പോലും ഒരു മാറ്റം വരാതെ ഒരേപോലെ വളരെ ഭംഗിയായിട്ട് ലയിച്ചാണ് രണ്ടുപേരും പാടിയത്. താങ്ക് യു അച്ഛാ. വളരെ നന്നായിട്ടുണ്ട്, അസാധ്യമായിട്ട് നല്ല രസമാണ്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വോയിസുകൾ തിരിച്ചറിഞ്ഞ്, കാരണം നിങ്ങൾക്ക് ചെറുപ്പം മുതൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫൊക്കെ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? നിങ്ങൾ എവിടെ വെച്ചാണ് നിങ്ങൾ പരിചയപ്പെട്ടതും? എങ്ങനെയാണ് നിങ്ങൾ ദൈവവിളിയുടെ ആ ഒരു ജീവിത ശൈലി മുന്നോട്ട് പോകുമ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പരിചയപ്പെട്ടിരുന്നു? എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കോംബോ? അസാധ്യമാണ്, സൂപ്പർ കോമ്പിനേഷനാണ്. എങ്ങനെയാണ് അത് രൂപപ്പെട്ടത്? ഞാൻ ആസ്ഫ്രൻസിൽ വരുമ്പോൾ ഈ സഹോദരി മഠത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ബാച്ചല്ലേ? ഞങ്ങൾ ബാച്ചല്ല, ഞാൻ ജൂനിയർ സിസ്റ്ററാണ്, സിസ്റ്റർ സീനിയർ ആണ്. ഞാൻ മഠത്തിൽ വന്ന വഴിയെ എന്നോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ പപ്പ പറഞ്ഞു, ഇവള് പള്ളി പാടുന്നതെന്ന് അവിടുത്തെ സിസ്റ്റർമാരോട് പറഞ്ഞപ്പം എന്നോട്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പേര് ടോംസിക്ക് ഒരു കൂട്ടായല്ലോ എന്ന് പറഞ്ഞു. അന്ന് ഈ സഹോദരിയുടെ പേര് ടോംസി എന്നായിരുന്നു, പിന്നീട് സ്റ്റെല്ല സിസ്റ്ററിനാക്കിയത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എനിക്കും കൂട്ടിന് ഒരാളായല്ലോ, പാടാൻ തന്നെ പാടണ്ടല്ലോ എന്ന് ഞാൻ വളരെ സന്തോഷിച്ച് വന്നു. അതിനുശേഷം ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ കുർബാനയ്ക്ക് ഞങ്ങളാണ് പാടുന്നത്. ഈ സഹോദരി പാടിയാൽ എനിക്കും വിഷമമില്ല, ഞാൻ പാടിയ ഈ സഹോദരിക്കും വിഷമമില്ല. പക്ഷേ എനിക്കൊരു ഉറപ്പാണ്, ഈ സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരിക്ക് ഞാനുണ്ടെങ്കിലും ഒരുറപ്പാണ്, ആ പാട്ട് മനോഹരമാകും, അല്ലെങ്കിൽ ഈ പാടാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ഇതായിരുന്നു. നിങ്ങൾ എത്ര വർഷ വ്യത്യാസമുണ്ട് രണ്ടുപേരും? ഞങ്ങൾ 3 വർഷ വ്യത്യാസമുണ്ട്. ഓക്കെ 3 വർഷ വ്യത്യാസം. ഓക്കെ. സിസ്റ്ററിന് ഇതേ അനുഭവം തന്നെയാണോ? ഒരു അനിയത്തി കടന്നു വരുന്ന പോലെ? തീർച്ചയായും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഇത്രയും നാൾ പാടാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾ വന്നു കഴിഞ്ഞപ്പം, സിസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ഒപ്പം ഒരാൾ പാടാനുണ്ടാകുക എന്ന് പറഞ്ഞത് വളരെ വലിയ കാര്യമാണ്. നമുക്കിപ്പോൾ വേറെ പാട്ടുകാരുണ്ടായിരിക്കാം, പക്ഷെ നമ്മളോട് ചേർന്ന് നിന്ന് പാടാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എല്ലാത്തിനും ഇപ്പം പിച്ചൊക്കെ എടുക്കാൻ, അങ്ങനെ ഏത് ഇപ്പം സെക്കൻഡ്സൊക്കെ എടുത്ത് പാടണമെങ്കിൽ നമുക്കൊരാൾ കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ പാടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ സിസ്റ്റർ ഉള്ളത് നമുക്ക് എപ്പോഴും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ദൈവം അനാദി മുതലേ ദൈവം കണ്ടിട്ടുള്ളതാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം. അതാണ്, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് പാടുന്നത്. പാട്ടുകൾ തീരുമാനിച്ചാലും ഞങ്ങൾ പരസ്പരം ചോദിക്കും ഏത് പാട്ട് പാടണം. ഇപ്പം സിസ്റ്റർ പാട്ടെടുത്താലും എനിക്ക് പ്രശ്നമില്ല, ഇപ്പം ഞാൻ പറഞ്ഞാലും സിസ്റ്ററിന് പ്രശ്നമില്ല. ഇപ്പം നമ്മൾ പരസ്പരം പറഞ്ഞാണ് എല്ലാ കാര്യങ്ങളും, പാട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പലപ്പോഴും എത്താറുള്ളത്. ഒരുമിച്ച് പോകാനായിട്ട് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് കൂടുതൽ താല്പര്യമുള്ള പാട്ട് മറ്റൊരാൾക്ക് താല്പര്യം ഉണ്ടാകണം നിർബന്ധമില്ല. പക്ഷേ ഒരാൾ സെലക്ട് ചെയ്യുമ്പോൾ അത് മതി എന്നുള്ളൊരു ഫീല്. തീർച്ചയായും ഞങ്ങളിത് ഉറപ്പായിട്ടും പറയാറുണ്ട്. ഇപ്പം സംശയം ഉണ്ടെങ്കിൽ പറയും അത് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ സഹോദരി അത് സ്വീകരിക്കും. ഇപ്പം എല്ലാവരും അങ്ങനെ സ്വീകരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ സഹോദരി സ്വീകരിക്കാറുണ്ട് അങ്ങനെ. അപ്പം അത് ഞങ്ങൾക്ക് വളരെ ഒരു വലിയ കാര്യമായിട്ടാണ്. ഞങ്ങളുടെ പ്രോവിൻസ് തന്നെയാണെങ്കിലും പലരും പറയാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പാടുന്നുണ്ടല്ലോ, നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്കും അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ടാണ് എപ്പോഴും ഞങ്ങൾ കാണുന്നത്. ഈ ഒരു പ്രോഗ്രാം വിളിച്ചപ്പോൾ ഞങ്ങൾ പാട്ട് സെലക്ട് ചെയ്യണ കാര്യം ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പം ആദ്യമേ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ആദ്യമേ നോക്കിയപ്പം പാട്ട് സെലക്ട് ചെയ്യണ കാര്യം വരുമ്പം ആശാ സിസ്റ്റർ ഒരു തുടക്കത്തിൽ ഞങ്ങളോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു. സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഒരു പാട്ട് ഈ സഹോദരിയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി എന്നോട് പറഞ്ഞു, ഈ പാട്ട് വേണോ സൂരി എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട സൂര്യ, നമുക്ക് വേണ്ട, അത് എടുക്കണ്ട, എന്നാൽ ഞാനൊന്ന് പ്രാർത്ഥിക്കണം, നമുക്ക് രണ്ടുപേർക്കും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ഒരു സ്ഥലത്തായിരുന്നു, ഈ സഹോദരി വേറൊരു സ്ഥലത്തായിരുന്നു. ഞങ്ങൾ രണ്ട് സ്ഥലത്ത് നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ സഹോദരി പറഞ്ഞ പാട്ടും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
ഞാൻ മനസ്സിൽ വിചാരിച്ച പാട്ട് ഈ സഹോദരിയുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നി, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഓ, ഞാൻ പറഞ്ഞ പാട്ട് തന്നെ, ഓ ഞാൻ മനസ്സിൽ വിചാരിച്ച പാട്ട് തന്നെയാണല്ലോ ഈ സോരി പറഞ്ഞേ എന്നൊരു ഒരു വലിയ അനുഭവമായിരുന്നു എനിക്കത്. ഇങ്ങോട്ട് വന്നപ്പോഴെല്ലാം സെലക്ട് ചെയ്ത പാട്ടുകൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്തത്. അതൊക്കെ പ്രാർത്ഥനയുടെ ഒരു പവർ കൂടിയാണ് അല്ലേ? പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം ഒരേപോലെ ആക്കുവാനായിട്ട് സാധിച്ചു. നിങ്ങളുടെ പാട്ടിൻ്റെ പ്രത്യേകത എല്ലായിടത്തും, ഇപ്പോൾ പള്ളിയിലായിക്കൊള്ളട്ടെ, സെമിനാരിയിലായിക്കൊള്ളട്ടെ, മഠത്തിലായിക്കൊള്ളട്ടെ, പലരും ഇങ്ങനെ കോറസ് പോലെ ഗ്രൂപ്പായിട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാടുമ്പോൾ അതിൽ ലയിച്ച് പാടുമ്പോൾ അത് കണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഒരു ഭയങ്കര ഒരു ഫീലാണ്. നമ്മൾ പാടുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ അതൊരു ഹീലിംഗ് ആയിട്ട് മാറണം. നിങ്ങളൊരൊറ്റ പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്ത് ഒരു മനസ്സിനൊരു എന്താ പറയുന്നത്, ഒരു കൃപയാണ്, ഒരു സമാധാനമാണ് നിങ്ങൾ പാടുമ്പോഴൊക്കെ. ഈശോയെ നോക്കുവാനായിട്ടൊക്കെ സാധിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ. കോമ്പിനേഷൻ വളരട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ പരസ്പര ഒരു സ്നേഹം, അത് പാട്ടിൽ മാത്രമല്ലെന്ന് വിശ്വസിക്കുക. അത് നിങ്ങളുടെ ആ ഒരു സ്നേഹം, ഒരു കൂട്ടായ്മയൊക്കെ നിങ്ങളുടെ ഒരു വളർച്ചയിലൊക്കെ എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ടൊരു സുഹൃത്ത് എല്ലാവർക്കും വേണം, നമുക്കൊക്കെ ആവശ്യമാണ്. അത് നിങ്ങൾ രണ്ടും എല്ലാം നിങ്ങളുടെ ജീവിത മേഖലയിലൊക്കെ വളരുമ്പോഴൊക്കെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് ജീവിത എല്ലാ മേഖലയിലും സപ്പോർട്ട് ചെയ്തും സ്നേഹത്തിലും ഈശോയുടെ മക്കളായിട്ട് വീണ്ടും വീണ്ടും പാട്ടുകൾ മാത്രമല്ല ജീവിതത്തിലൊക്കെ നിങ്ങൾ ഒരുമിച്ച് ഒരു സാക്ഷ്യമായി മാറട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പാട്ട് കൂടി നിങ്ങളിൽ ആരാണ് അടുത്ത് ഒരു സിംഗിൾ പാട്ട് സിസ്റ്റർ? ഓക്കെ, ഒരു പാട്ട് നമുക്ക് കേൾക്കാം. രാത്രിയിലെല്ലാരും ഉറങ്ങിയപ്പോൾ, രാപ്പൂക്കൾ മെല്ലെ മയങ്ങിയപ്പോൾ, ജപമാല നെഞ്ചോട് ചേർത്തു പിടിച്ച് ഓരോ കുന്ത മുഴുവനും ചൊല്ലി ഞാൻ നെഞ്ചകം തേങ്ങിക്കരഞ്ഞു ഞാൻ. രാത്രി ചേർത്തു പിടിച്ച് ഓരോ കുന്ത മുഴുവനും ചൊല്ലി ഞാൻ നെഞ്ചകം തേങ്ങിക്കരഞ്ഞു.
തിരുവചന സൂക്തങ്ങൾ സ്മരിച്ചിടുമ്പോൾ അനുഗ്രഹം യാചിച്ച് ആശ്വാസമേകുന്ന തിരുവചന സൂക്തങ്ങൾ സ്മരിച്ചിടുമ്പോൾ സുരലോക ദീപകമായൊരു ചൈതന്യം മനതാരിനുള്ളിൽ തെളിയുന്നു. സുരലോക ദീപകമായൊരു ചൈതന്യം മനതാരിനുള്ളിൽ തെളിയുന്നു. അമ്മേ ആ മൊഴി തീനൊളി നിറയുന്നു. രാത്രിയിലെല്ലാരും ഉറങ്ങിയപ്പോൾ രാപ്പൂക്കൾ മെല്ലെ മയങ്ങിയപ്പോൾ ജപമാല നെഞ്ചോടു ചേർത്തു പിടിച്ച് ഒരു കുന്ത മുഴുവനും ചൊല്ലി ഞാൻ. നെഞ്ചകം തേങ്ങി കരഞ്ഞു ഞാൻ. അമ്മേ ആശ്വാസരൂപിണി അമ്മേ, അമ്മേ അനുഗ്രഹവാരിധി അമ്മേ. നല്ല അസാധ്യമായിട്ട് നല്ല സൂപ്പറായിട്ട് സിസ്റ്റർ പാടിയത്. താങ്ക് യു. നല്ല ഫീലുണ്ട്, നല്ല ഫീലാണ്. സിസ്റ്ററിന് പിന്നെ അറിയാവുന്നതാണ്, പക്ഷെ എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ, നല്ല ഫീലാണ്. പിന്നെ വാക്കുകളുടെ ക്ലാരിറ്റി സൂപ്പറാണ്. നല്ലൊരു മെലഡി ആയിട്ടുള്ള നല്ല സൂപ്പർ പാട്ട്. ഇത് പാടുമ്പോൾ നമുക്ക് തന്നെ ജപമാല ചൊല്ലാനായിട്ട്, ഇപ്പം ഇന്ന് ചൊല്ലിയില്ലെങ്കിൽ നമുക്ക് ചൊല്ലാനുള്ളൊരു പ്രേരണയാണ്, ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ പാട്ട് മാറിയിരിക്കുന്നത്. ഇത് ആര് പാടിയതാണ് ഒറിജിനലായിട്ട്? മിഥുല ചേച്ചിയാണ് പാടിയേക്കണേ ഈ പാട്ട്, ഒറിജിനലി പാടി. നല്ല പാട്ടാണ്, നല്ല വരികൾ ജോഷി. ഓക്കെ ഓക്കെ, CMA അച്ഛനാണ്. പക്ഷെ അത്രയ്ക്ക് നല്ല പാട്ടാണെങ്കിലും എൻ്റെ മിക്കവാറും ഇത് അധികം പേരിൽ കേട്ടില്ല. അത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മിഷലിങ്ങിൻ്റെ മത്സരത്തിന് ഞങ്ങളുടെ അവിടെ കൊച്ചച്ഛനായിട്ട് വന്നൊരു അച്ഛനാണ് എനിക്ക് ഈ പാട്ട് ആദ്യമായിട്ട് തന്നെ. അങ്ങനെ മത്സരത്തിന് പാടി 2 തവണ പാടി എനിക്ക് സമ്മാനം കിട്ടിയത് കൊണ്ട് എനിക്ക് ഈ പാട്ടിനോട് ഭയങ്കര ഒരു പിന്നെ മാതാവിനോടൊരു പ്രത്യേക ഭക്തി നമുക്ക് തോന്നും. പിന്നെ പാടുമ്പോൾ എല്ലാവരും എന്നോട് പറയാറുണ്ട്, അഖില ഇത് അനുഭവിച്ചാ പാടുന്നേ, അതുകൊണ്ടൊരു ഫീലുണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എന്നിപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മാതാവിനോട് കൂടുതൽ സ്നേഹവും ഭക്തിയും തോന്നുന്നൊരു പാട്ടായതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. നല്ല പാട്ടാണ് അത്. തീർച്ചയായും ജോഷിയച്ചന് നന്ദി. കാരണം നല്ല വരികളുമാണ്, നല്ല വരികൾ. നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ജപമാല ചെല്ലാനൊക്കെ ഉള്ളൊരു പ്രേരണ. ചിലപ്പോൾ തിരക്കിലിടയ്ക്ക് നമ്മൾ ജപമാല ചൊല്ലാൻ വിട്ടുപോയെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പ്രേരണ വരുവാണ്. അത്രയും നല്ല ഫീലായിട്ട് പാടി. ദൈവം യോജിപ്പിച്ചാണ്. ഒരു കുടുംബത്തിൽ തന്നെ ജനിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതിനേക്കാൾ അപ്പുറത്തേക്കായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഒരു സ്നേഹം കൂടുതലായിട്ട് വരുന്നത്. ഈ ഒരു ഒരുമിച്ചുള്ള ഒരു യാത്രയിലൊക്കെ പരസ്പരം സപ്പോർട്ടൊക്കെ ചെയ്ത് ഇതാരും ദൈവം ആഗ്രഹിക്കുന്നത്. പാട്ട് മേഖലയിൽ മാത്രമല്ല, ജീവിത മേഖലയിലൊക്കെ സാക്ഷ്യമാകാനായിട്ട് നമുക്കൊരു സുഹൃത്ത്, എല്ലാം തുറന്നു പറയാനൊരു സുഹൃത്ത്, ഒറ്റ സുഹൃത്തുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഉള്ളു തുറക്കാനായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നല്ല സെലക്ഷനാണ് നടത്തിയത്. അപ്പോൾ ഞാൻ കണ്ടു സിസ്റ്റർ എന്ത് ലയിച്ചാണ് സിസ്റ്റർ പാടിയപ്പോൾ ഇരുന്നതൊക്കെ. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ കൊയറായിട്ട് എവിടെയൊക്കെയാണ് നിങ്ങൾ പട്ടത്തിന് പാടുന്നുണ്ട്? രൂപതയുടെ കൊയറാണോ, അത് നിങ്ങളുടെ പ്രൊവിൻസിൻ്റെ കൊയറുണ്ടോ? ഞങ്ങൾക്ക് പ്രൊവിൻസിന് ശരിക്കും പ്രൊവിൻസിനൊരു ഗ്രൂപ്പുണ്ട്. ഉടുപ്പിടിയിലൊക്കെ ഞങ്ങൾ പാടാറുണ്ട്. രൂപത കൊയർ മെമ്പേഴ്സാണ് ഞങ്ങൾ 2 പേരും. രൂപതയിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത ഒരു കോൺഗ്രിഗേഷനിൽ നിന്ന് 2 സിസ്റ്റേഴ്സിനെയാണ് രൂപത കൊയറിലേക്ക് സെലക്ട് ചെയ്യണേ. അതിലെ മെമ്പേഴ്സാണ് ഞങ്ങൾ. ഹെയിൽ മേരി ബാൻഡ് എന്നാണ് ഞങ്ങളുടെ രൂപത കൊയറിൻ്റെ പേര്. ജീൻസ് പുളിക്കലച്ഛനാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്. അച്ഛനെ ഓർക്കുന്നു. അച്ഛൻ ഞങ്ങളെ ഒത്തിരി പാട്ടിന് സഹായിച്ചിട്ടുണ്ട്. ഈ ഡിസംബർ 15-നാണ് ഞങ്ങൾ ആ രൂപത കൊയർ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഞങ്ങൾ 115 പേരാണ്, അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമായരും കൂടി 115 പേരാണ് ഞങ്ങൾ. വലിയൊരു കൊയറാണ്. 115 പേരടങ്ങുന്ന രൂപത കൊയർ, വലിയൊരു കൊയറാണ്. അതിലെ
പലരുമാണ് പട്ടത്തിനും ഈ രൂപത്തിൽ എന്ത് പ്രോഗ്രാം വന്നാലും അച്ഛൻ മെസ്സേജ് ഇടും, ഇങ്ങനെ ആൾക്കാർ ആവശ്യമുണ്ട്, അപ്പം പറ്റുന്നവർ വരിക എന്ന് പറഞ്ഞ് അച്ഛൻ മെസ്സേജ് ഇടും. അങ്ങനെ അപ്പോൾ ഒത്തിരി സന്തോഷം. ഇവിടെ തീരുന്നില്ല, നിങ്ങളുടെ ജീവിതം ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. പിന്നെ സിസ്റ്ററിൻ്റെ ഒരു പാട്ടും കേൾക്കാനുണ്ട്. അപ്പോൾ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമ്മൾ സിസ്റ്ററിൻ്റെ ഒരു പാട്ട് നമ്മൾ രണ്ടുപേരും പിന്നെ പ്രേക്ഷകരെല്ലാം കേട്ട് അതും ആസ്വദിച്ച് ഞങ്ങൾ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ ഒരു സമയത്തിൻ്റെ ഒരു കുറവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒത്തിരി നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെന്ന് ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ തീർച്ചയായും വളരട്ടെ. ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ ദൈവം ഇപ്പോൾ തിരുഹൃദയത്തിൻ്റെ പാട്ട് പാടിയപ്പോൾ ഹൃദയത്തോട് ഈശോ ചേർത്ത് പിടിച്ചതുപോലെ എപ്പോഴൊക്കെ നിങ്ങൾ ഒരുമിച്ച് പാടുന്നോ അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ജനങ്ങൾ അത് അനുഭവിക്കുവാനും ഈശോ അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വളരെ സന്തോഷത്തോട് പ്രാർത്ഥിക്കുകയാണ്. കൂട്ടുകാരികൾ ദൈവത്തിൻ്റെ കൂട്ടുകാരികളായിട്ട് മാറട്ടെ. ഒത്തിരി നന്ദി. താങ്ക് യു അച്ഛ. അച്ഛൻ വലിയ പാട്ടുകാരനാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്, യൂട്യൂബിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുമുണ്ട്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? പാട്ടുകാരനൊന്നും അങ്ങനെ വലിയ പാട്ടുകാരനൊന്നുമല്ല. കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്. യുവജനങ്ങളുടെ ഒരു ഏറ്റെടുത്തൊരു പാട്ടുണ്ട്, പ്രാണൻ പോവോളം. ഈശോയുടെ സ്നേഹം വ്യക്തമാക്കുന്നൊരു പാട്ട്, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ട് ഞാൻ പാടാം. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോവോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ, അങ്ങേ പിരിയില്ല എന്നേശുവേ. അച്ഛൻ നല്ല സൂപ്പറായിട്ട് പാടി. ഈ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ പലപ്പോഴും പാട്ട് കേൾക്കാറുണ്ട്. നല്ല പാട്ടാണ്. ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറിൽ വന്നിട്ട് അച്ഛൻ്റെ പാട്ട് നേരിട്ട് കാണാനും പാട്ട് കേൾക്കാനും ഒരു ഭാഗ്യമുണ്ടായി. അത് വളരെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. വളരെ നല്ല സൂപ്പർ പാട്ടായിരുന്നു. എനിക്ക് എൻ്റെ ലിമിറ്റ് അറിയാം, അത്ര ഒന്നുമില്ല, ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പാടും. ഈ പാട്ട് എനിക്കും ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു ബ്രദർ പാടിയതാണ്. ആരാധനയ്ക്ക് ഇടയിൽ വെച്ച് ഇങ്ങനെ ഒരു ബ്രദർ പാടിയപ്പോൾ നല്ലൊരു നമുക്ക് ഫീല് തോന്നി. അപ്പോൾ തോന്നി
അത് നല്ലൊരു പാട്ടാണല്ലോ എന്ന്. അപ്പോഴാണ് ഞാൻ ആദ്യം കേൾക്കുന്നത്. പിന്നെ യൂട്യൂബിലൊക്കെ ജസ്റ്റ് നോക്കിയപ്പോൾ യുവജനങ്ങളൊക്കെ ഏറ്റെടുത്തൊരു പാട്ടാണ്. അപ്പം അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ഫീൽ എനിക്ക് ആരാധന സമയത്ത് വൃദ്ധ പാടിയപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊക്കെ തോന്നി. അപ്പോൾ ഇത് പാടുമ്പോഴും മറ്റുള്ളവർക്കൊരു ഫീല് വരട്ടെ എന്നും ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടി. എനിക്കും ഏറെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതൊന്നുമല്ല വിഷയം, നിങ്ങളുടെ സാന്നിധ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞങ്ങളെല്ലാം വളരെ ഹാപ്പിയാണ്. ചിരിക്കുന്ന മുഖങ്ങളൊക്കെ ആയിട്ടാണ് പ്രേക്ഷകരും ഞങ്ങളുടെ കൂടെയുള്ളത്. കാരണം നിങ്ങളുടെ കോമ്പിനേഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് നൽകാനുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. അഖില സിസ്റ്ററിൻ്റെയും സ്റ്റെല്ല സിസ്റ്ററിൻ്റെയും ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ എന്നും ഓർക്കും. കാരണം ഈശോയെ പാടി മറ്റുള്ളവർക്ക് കൊടുക്കുക, ഒരു സാക്ഷ്യമായിട്ട് മാറുക, ഒരുമിച്ച് സ്നേഹത്തോടെ ലയിച്ച് ഈശോയുടെ പാട്ട് ഫീൽ ചെയ്ത് പാടുമ്പോഴൊക്കെ അത് അനുഭവിക്കുന്നത്, നിങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവും, അതിൻ്റെ ഇരട്ടിയായിട്ട് അനുഭവിക്കുന്നത് നിങ്ങളുടെ പാട്ട് കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് കൊയറിൽ, അതെവിടെയാണോ പട്ടത്തിനൊക്കെ പാടുന്നുണ്ട്, പല മേഖലകളിൽ നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ അത് ഞങ്ങളെല്ലാവരും അനുഭവിക്കും. ദൈവം കൂട്ടിച്ചേർത്തതാണ് നിങ്ങൾ രണ്ടുപേരെയും. ആ സുഹൃത്ത്, ആ സൗഹൃദ ബന്ധം എന്ന് നിലനിൽക്കട്ടെ. നിരവധി പാട്ടുകൾ നിങ്ങൾ പാടട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാശ്വാസമായിട്ട് ദൈവത്തിൻ്റെ ആശ്വാസത്തിൻ്റെ കൃപയൊക്കെ നിങ്ങളുടെ പാട്ടിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഈ പാട്ട്, നിങ്ങളുടെ സുഹൃത്ത് ബന്ധം കേട്ടപ്പോഴൊക്കെ നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ സ്വദേശി എവിടെയാണ്, മാതാപിതാക്കൾ, നിങ്ങൾ എത്ര മക്കളാണ്, എല്ലാം പറയാൻ വിട്ടുപോയി. സാരമില്ല, നമുക്കിനി മറ്റൊരു എപ്പിസോഡ് നമുക്കിനി വരുന്നുണ്ട്. ഇവരെ തന്നെ നമ്മൾ വിടില്ല. അടുത്ത എപ്പിസോഡ് നമ്മൾ ഇവരെ തന്നെ നമ്മൾ കൊണ്ടുവരും. മറ്റ് വിശേഷങ്ങളും പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കണം. ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഭയെ പറ്റിയൊക്കെ കൂടുതൽ അറിയണം. ഹെവൻലി മെലോഡീസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടൊക്കെ വീണ്ടും കാണാം. നന്ദി.